നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ആദ്യം മിനി സ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച പ്രേക്ഷക പ്രശംസ നേടിയ നടിയാണ് വീണ നായർ. വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത്. എന്നാൽ കുറച്ചു ദിവസങ്ങളായി വീണയുടെ സ്വകാര്യ ജീവിതമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസമാണ് നടി വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞത്. 2024 മുതൽ വീണയും ഭർത്താവും വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ്. തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞുവെന്നാണ് വീണ നായർ പറഞ്ഞിട്ടുള്ളത്. പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു വീണയും സ്വാതി സുരേഷും. അടുത്തിടെയായിരുന്നു ഇരുവരും വേർപിരിയുകയാണെന്ന് തുറന്നു പറഞ്ഞത്. മകന്റെ കാര്യങ്ങൾക്കായി എന്നും ഒന്നിച്ചു നിൽക്കുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. സൗഹൃദം നിലനിർത്തിയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത്. കോടതിയിൽ നിന്നും യാത്ര പറഞ്ഞു പോകുന്ന ഇവരുടെ വീഡിയോ വൈറലായിരുന്നു. വിവാഹമോചനത്തിന് ശേഷവും ഭർത്താവിനെ കുറിച്ച് വീണ മോശമായി സംസാരിച്ചിട്ടുമില്ല. വിവാഹമോചനത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ വീണ ആക്റ്റീവാണ്. സിനിമകളും പരമ്പരയും വ്ലോഗും ഒക്കെയായി സജീവമാവാനാണ് തന്റെ പ്ലാൻ എന്ന് വീണ തുറന്നു പറഞ്ഞിരുന്നു. വി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി താരം തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. കുറെ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നും ഇടയ്ക്കിടയ്ക്കായി അതൊക്കെ പോസ്റ്റ് ചെയ്യുമെന്നും വീണ പറഞ്ഞിരുന്നു. മോനും ഇപ്പോൾ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. അമ്മ, നമുക്കിതേക്കുറിച്ച് വീഡിയോ എടുത്താലോ എന്നൊക്കെ ചോദിച്ച് അവൻ വരാറുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഡിവോഴ്സിന് ശേഷം താൻ ആദ്യം ഓടിയെത്തിയത് എവിടെയാണെന്ന് പറയുകയാണ് വീണ. ഡിവോഴ്സിന് ശേഷം ഞാൻ ആദ്യം ഓടിയെത്തിയത് എന്ന് ക്യാപ്ഷനോടെയാണ് വീണ വീഡിയോ പങ്കുവച്ചത്. ഊട്ടി യാത്രയുടെ വിശേഷങ്ങളാണ് വീണ വ്ലോഗിൽ പറയുന്നത്. നാളുകൾക്ക് ശേഷമാണ് താൻ വീഡിയോയുമായി വരുന്നതെന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീണ പറഞ്ഞിരുന്നു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് താമസിക്കാവുന്ന ഒരു റിസോർട്ടാണ് വീണ പരിചയപ്പെടുത്തിയത്. തിരക്കുകളിൽ നിന്നെല്ലാം മാറി ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുമ്പോൾ തീർച്ചയായും ഇവിടേക്ക് വരാമെന്നും ഈ യാത്രയിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും താൻ എത്തുമെന്നും പറഞ്ഞാണ് വീണ വ്ലോഗ് അവസാനിപ്പിച്ചത്. നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനയും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവളെ, മോളെ, നിന്നെയും അമ്പൂട്ടനെയും എനിക്കൊരുപാട് ഇഷ്ടം. വീണയ്ക്ക് എല്ലാ പിന്തുണകളും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ യൂട്യൂബ് ചാനലിൽ ലൈവ് എത്തിയിരുന്നു. അന്ന് തന്നോട് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വീണ മറുപടി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്നായിരുന്നു താരം പറഞ്ഞത്. ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. സന്തോഷകരമായാണ് പോകുന്നത്. കുറച്ച് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാം നന്നായി പോകുന്നു എന്നും വീണ പറഞ്ഞിരുന്നു. അതേസമയം ബിഗ് ബോസിൽ പോയതോടെയാണ് വീണയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതാണ് ഡിവോഴ്സിന് കാരണമെന്നും ഉള്ള ആരോപണങ്ങൾ വീണ തള്ളിയിരുന്നു. വളരെ സൗഹൃദത്തോടെയാണ് വീണയും സ്വാതി സുരേഷും വേർപിരിഞ്ഞത്. കോടതിയിൽ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു വരുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു. വേർപിരിയുന്നതിന് തൊട്ടു മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ഞാൻ വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എന്നും യാതൊരു തര വിഷമങ്ങളും ഇല്ല എന്നും വീണ നായർ വ്യക്തമാക്കിയിരുന്നു. മകനാണ് ഇപ്പോൾ ജീവിക്കാനുള്ള പ്രതീക്ഷ. യാത്രകളും തന്റെ വർക്കും ജോലിയുമായി തിരക്കിലാണ് എന്നും വീണ പറഞ്ഞിരുന്നു. വർക്ക് വരാതിരിക്കുമ്പോൾ വിഷമമുണ്ടാകുമെന്നാൽ നിലവിൽ നല്ല അവസരങ്ങളുണ്ട്. ഡൊമിനിക്കാണ് പുതിയ സിനിമയെന്നും വീണ പറഞ്ഞതാണ്. വീണയുടെ ആ സമാധാന ജീവിതത്തിന്റെ സൂചനയാണ് നടി ഏറ്റവും ഒടുവിൽ പങ്കുവച്ച പോസ്റ്റ്. ഒരൊറ്റ വാക്കിൽ പറയേണ്ടതെല്ലാം വീണ വ്യക്തമാക്കിയിരിക്കുന്നു. ചിക്കബെല്ലപൂരിലുള്ള ആഡിയോഗിക്ക് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പമാണ് വീണയുടെ പോസ്റ്റ്. അത് നീ തന്നെ ആവുന്നു എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. തത്വമസി എന്നതിന്റെ മലയാളമാണ് അത് നീ തന്നെയാകുന്നു എന്നത്. തത്വമസി എന്നാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ചുമതലകളെ ഉദ്ബോധിപ്പിക്കുന്ന മഹത്തായ സന്ദേശമാണ്. ശബരിമലയിൽ 18ാം പടി കയറി എത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്ന വാക്കാണ്. ലക്ഷ്യം എത്ര ഉയരത്തിലാവുന്നുവോ അത്രയും ഉയർന്നതും ഉചിതവുമാവും നമ്മുടെ പ്രവർത്തന ശൈലിയും എന്ന ഉയർന്ന തലത്തിലുള്ള ഉദാത്തമായ ആഹ്വാനം കൂടിയാണ് ഈ വാക്ക്. അതേസമയം RJ അമനോടൊപ്പം തിരുവനന്തപുരം കുടുംബ കോടതിയിലെത്തിയ വീണ ഔദ്യോഗികമായി വിവാഹമോചനത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി. അമനോടൊപ്പം കുടുംബ കോടതിയിൽ നിൽക്കുന്ന വീണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. 2014 വീണ നായരും RJ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത്. ഇരുവർക്കും ഒരു മകനും പിറന്നു. എന്നാൽ 2022 വീണയുടെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണ നായർ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ പൂർണ്ണമായും ഹാപ്പിയാണ് എന്ന് കഴിഞ്ഞ അഭിമുഖത്തിൽ വീണ വ്യക്തമാക്കിയിരുന്നു. മനസ്സിൽ വിഷമങ്ങൾ കടിച്ചമർത്തി ജീവിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, പൂർണ്ണമായും ഞാൻ ഹാപ്പിയാണ്.
പുതിയ വർക്കുകളും തിരക്കുകളുമുണ്ട്. എല്ലാത്തിനും അപ്പുറം മകനാണ് എന്റെ സന്തോഷം. ഞങ്ങൾ വേർപിരിഞ്ഞുവെങ്കിലും മകൻ ഒരു തരത്തിലും അച്ഛന്റെ സ്നേഹമോ അമ്മയുടെ സ്നേഹമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വീണ വ്യക്തമാക്കിയിരുന്നു. അമന്റെ പുതിയ ബന്ധത്തിനും താൻ എതിരല്ല എന്ന് വീണ വ്യക്തമാക്കിയതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അമൻ തന്റെ ബന്ധം വെളിപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ ആയിരുന്നുവെങ്കിൽ ഞാൻ അതിന് വേദനിച്ചേനെ, പക്ഷേ ഇപ്പോൾ അതെല്ലാം കടന്ന് ഞാൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ പറഞ്ഞത്.